പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപത്തെ ഊട്ടി വളർത്തരുത് എന്നതിനെക്കുറിച്ചാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലിനെക്കുറിച്ച് ആ വ്യക്തിയുടെ അനുഭവം ഒന്ന് പങ്കുവെക്കുകയാണ്. ചൊവ്വൂരൻ ദേശത്ത് നിന്ന് ലിസ എഴുതുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ അമ്മയ്ക്ക് വർഷങ്ങളായി ഷുഗർ രോഗമുണ്ടായിരുന്നു. പിന്നെ വേരിക്കോസിൻ്റെ അസുഖം മൂലം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി ചെറിയ ചെറിയ കുരുക്കൾ വന്ന് തടിച്ചു പൊന്തി. ദിവസം തോറും വലുപ്പം വെച്ച് അത് പഴുത്തു.
വേദന സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അത് കീറിക്കളഞ്ഞു. ഡോക്ടേഴ്സും നേഴ്സുമാർ കൈയും കാലും കൂട്ടിപ്പിടിച്ച് ആണ് തിയേറ്ററിൽ വെച്ച് അത് കീറിക്കളഞ്ഞത്. ഓർമ്മ കെടുത്താതെയായിരുന്നു ചെയ്തത്. എൻ്റെ അമ്മ വേദന കൊണ്ട് പുളഞ്ഞു. പഴുപ്പ് കീറിക്കളഞ്ഞാലും അത് സൗഖ്യപ്പെടാൻ തടസ്സമായി. വീണ്ടും വീണ്ടും അതിൽ പഴുപ്പ് വന്ന് നിറയുന്ന ഒരു അന്തരീക്ഷം എൻ്റെ അമ്മയുടെ ജീവിതത്തിലുണ്ടായി. 7 മാസം മുമ്പ് ഇതുപോലെ ശരീരം പഴുത്ത് വ്രണം ബാധിച്ചിരിക്കുമ്പോൾ കുരു കീറിക്കളയേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ഷുഗർ കൂടാൻ തുടങ്ങി. ഒരു വിധത്തിനും ചികിത്സിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച അഭിഷേകാഗ്നിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളും അമ്മയുടെ കൂടെ ചേർന്ന് കണ്ണുനീരോടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2 ദിവസത്തിനുള്ളിൽ പഴുത്ത വ്രണങ്ങളെല്ലാം കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. പിന്നീട് ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്ക് ഷുഗറോ ഇങ്ങനെയുള്ള പഴുപ്പോ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവരവരിയ്ക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഈ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ 43-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുലിഖിതം, അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം വലിയ ഇരമ്പൽ പോലെയായിരുന്നു. ഓ ദൈവമേ, അതിശയകരമായ മഹത്വത്തോടെ ഓരോ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അവിടുന്ന് വ്യാപരിക്കണമേ. സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. ഓ ശക്തിയുടെ കർത്താവേ, അത്ഭുത ബലത്തിൻ്റെ ദൈവമേ, ക്ഷീണിതരും തളർന്നവരും ഭയചകിതരുമായ അങ്ങയുടെ വാത്സല്യ ഭാചനങ്ങളുടെ മേൽ അതിശയ അഭിഷേകത്തോടെ ഇപ്പോൾ അവിടുന്ന് ഇടപെടണമേ. ഓ ദൈവമേ, ശക്തിയോടെ വ്യാപരിക്കണമേ. തകർന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനത്തിരിക്കുന്നവർ ചങ്ങലകൾ പൊട്ടിച്ച് വിടുതൽ പ്രാപിക്കട്ടെ. ഓ ദൈവമേ, പൗലോസിനെയും സീലാസിനെയും ചങ്ങലക്കിട്ട് തടവറയിൽ പൂട്ടിയിരുന്ന തടങ്കൽ പാളയങ്ങളിൽ നിന്ന് ക്ഷണനേരം കൊണ്ട് ചങ്ങലകൾ പൊട്ടിച്ച് തടവറകൾ ഭേദിച്ച് വിടുതൽ നൽകിയ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായം 11-ാം തിരുലിഖിതം, കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 തവണ ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ശക്തിയുടെ ദൈവം. ദൈവികമായ ഒരു അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. തളർന്നവർ, ക്ഷീണിതർ, ദുഃഖിതർ, കടബാധിരിക്കുന്നവർ, സംശയ രോഗത്തിരിക്കുന്നവർ, വലിയ പ്രയാസങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, അന്ധകാര പീഡകൾ അനുഭവിക്കുന്നവർ, പൈശാചിക പീഡകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, തലമുറയെ നാശത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം, പാപം ആവർത്തിക്കരുത്, പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു ചേട്ടൻ പാപത്തിൽ മൂക്കറ്റം നിബന്ധിച്ച് കിടക്കുന്നൊരു സാഹചര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചേട്ടൻ്റെ തകർച്ചയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ സംസാരിക്കുകയാണ്. ആ ചേട്ടൻ പറയുകയാണ്, അച്ഛാ, ഞാൻ കുറേ കാലമെല്ലാം വിശുദ്ധമായി ജീവിക്കാൻ ശ്രമിച്ചയാളാണ്. എന്നാൽ എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നമ്മളങ്ങനെ കണ്ടമാനം കഷ്ടപ്പെടുന്നൊരു കാര്യമൊന്നുമില്ല, നമുക്കാർക്കും അസീസി പുണ്യവാളനാകാൻ പറ്റുകയില്ല, നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു വിശുദ്ധനാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത്തിരിയൊക്കെ പാപം ചെയ്ത് ഇതൊക്കെ നഷ്ടപ്പെടുത്തി നമ്മൾ എന്തിനും ഇത്തിരിയൊക്കെ പാപം ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. നോക്കുക, ഒരു ഇടർച്ച വെക്കുന്ന ദുരുപദേശം, ദൈവവചന വിപരീതമായൊരു ദുരുപദേശം, ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നടത്തുന്നൊരു ദുരുപദേശം, നമുക്കൊന്നും വിശുദ്ധനാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, നമുക്ക് എന്തായാലും 100% എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത്തിരി പാപം ചെയ്ത് ജീവിക്കാം. ഇത് വേറൊരു ചേട്ടൻ്റെ കുടുംബം അതികഠിനമായ വിധം തകർന്ന് തരിപ്പണമായി. അങ്ങനെ പാപത്തിൽ തകർന്ന കുടുംബത്തിൽ ആ ചേട്ടൻ്റെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ചേട്ടൻ ഒരുപാട് നാളുകൾ മദ്യം ഉപേക്ഷിച്ച് നല്ല വിശുദ്ധി ജീവിക്കുകയായിരുന്നു. അങ്ങനെ
ഒരുപാട് നാളുകളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് വിശുദ്ധി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക വിശേഷ ദിവസം ഒരു സ്നേഹിതൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ പുണ്യവും നോമ്പും നോക്കി നടന്നിട്ട് എന്താ കാര്യം? നമുക്കൊറ്റ ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതേ നോക്കെന്ന് പറഞ്ഞ് മറ്റേ ആൾ കുടിക്കാനും കൂത്താടാനും തുടങ്ങി. ഈ ചേട്ടനും ആ പ്രലോഭനത്തിൽ വീണു. വർഷങ്ങളോളം മദ്യപിക്കാതെ, വർഷങ്ങളോളം വെട്ടിപ്പായി കർത്താവിന് പ്രിയങ്കരമായി ജീവിച്ച ആ ചേട്ടൻ്റെ മനസ്സിലേക്ക് ക്ഷണനേരം കൊണ്ട് പിശാചിൻ്റെ ഒരു പ്രവർത്തനം വ്യാപിച്ചു. നമ്മുടെ ഈ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്, നമ്മളങ്ങനെ പുണ്യം നോമ്പ് നോക്കി ജീവിക്കരുത്, എന്ത് കാര്യം? നമ്മുടെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. നമ്മളാരും അച്ഛന്മാരും കന്യാസ്ത്രീകളൊന്നും അല്ലല്ലോ. വേറൊരു ചേട്ടൻ കൊടുത്ത ഉപദേശം ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കൊക്കെ കുറച്ച് പാപം ചെയ്യാമെന്നുള്ളതല്ലേ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ചിന്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ച് എന്താണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതത്തിൽ ഈ കാര്യത്തെക്കുറിച്ച്, ഇങ്ങനെ ഉപദേശം നൽകുന്നവരെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിച്ച് അധർമ്മത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു, അവൻ വഞ്ചനയെ പ്രസവിക്കുന്നു. വഞ്ചന നിറഞ്ഞ ദുരുപദേശം. ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിച്ച് അധർമ്മത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു, അവൻ ആരെ കണ്ടാലും അവൻ്റെ മേൽ വഞ്ചനയെ പ്രസവിച്ചു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയെ ഗർഭം ധരിച്ച് അധർമ്മത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നുണ്ട്, ഇടർച്ച വെക്കുന്ന ദുരുപദേശത്തിലൂടെ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങൾ പാപം ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് എന്ന് നാം പരിചിന്തനം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അത് യേശുമിശിഹ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. യേശുമിശിഹ പറഞ്ഞു, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയപ്പെട്ടിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. നിന്റെ വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ നീ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുനാഥൻ ഈ പ്രബോധനം വളരെ വ്യക്തമായി ദൈവമക്കൾക്ക് കൊടുക്കുന്നുണ്ട്. 5-ാമത്തെ അധ്യായം 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഒരു സെക്കൻഡ് പോലും പാപത്തോട് കൂട്ടുകൂടി അതിനെ ഊട്ടി വളർത്തരുത് എന്ന് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. പാപത്തോട് കൂട്ടുകൂടി ഊട്ടി വളർത്തിയ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം ബൈബിളിൽ കാണുന്നുണ്ട്. അത് ആഹാബ് കുടുംബത്തിൻ്റെ ചരിത്രമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആഹാബിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരുപാട് ശക്തിയോടെ ഏലിയ പ്രവാചകൻ ആഹാബിനെ ദൈവിക ദൂത് അറിയിക്കുന്നു. ഒരുപാട് ശക്തിയോടെ ദൈവത്തിൻ്റെ ദാസൻ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അതേ അഗ്നി ആഹാബിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആഹാബേ, നീ ചെയ്യുന്നത് തെറ്റാണ്, നിന്റെ കുടുംബം തെറ്റായ മാർഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ പ്രവൃത്തികൾ കർത്താവ് അംഗീകരിക്കുന്നില്ല, ഇത് ജീവിക്കുന്ന ദൈവത്തിന് എതിരായ ജീവിത രീതിയാണ്, ഇത് വലിയ നാശമാണ്, ഇത് കർത്താവ് അനുവദിച്ചിട്ടില്ല. ഏലിയ പ്രവാചകൻ വ്യക്തമായി ആഹാബിനോട് പലയാവർത്തി ദൈവിക ദൂതുകളെ അറിയിച്ചു. എന്നാൽ വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. എത്രമാത്രം ദൈവിക സത്യങ്ങൾ അദ്ദേഹത്തിന് മേൽ പ്രഘോഷിക്കപ്പെട്ടാലും ശരി, അനുദപിച്ച് ദൈവവചനം സ്വീകരിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയാതെ പോയ ഒരു ഹതഭാഗ്യനായിട്ടാണ് ആഹാബിനെ നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളെ കാണുന്നത്. അദ്ദേഹത്തിന് അനുദപിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മാനസാന്തരത്തിലേക്കും തിരിച്ചുവരവിലേക്കും കടന്നു വരുന്നത് കാണുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലന ഇസ്രായേൽ രാജകുടുംബങ്ങളിൽ ദൈവം കൊടുത്തു. എന്നാൽ ആഹാബിൻ്റെ അപ്പനും വല്യപ്പൻ്റെ വല്യപ്പനും ഇങ്ങനെ തലമുറകളായി 18ഓളം രാജാക്കന്മാർ ഇസ്രായേലിൽ പാപത്തിൻ്റെ മേൽ പാപം ചെയ്തുകൊണ്ടിരുന്നു. BC 931 തൊട്ട് BC 731 വരെ ഏതാണ്ട് 18ഓളം രാജാക്കന്മാർ ഇസ്രായേൽ നാട്ടിൽ ഭരിച്ചിട്ടുണ്ട്. അവരിൽ എല്ലാ രാജാക്കന്മാരെ കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന എങ്ങനെയാണ്? അവർ ദൈവഹിതത്തിന് എതിരായി നടന്നവരാണ്.
ദൈവഹിതത്തിന് എതിരായി ചിന്തിച്ചു, ദൈവഹിതത്തിന് എതിരായി തീരുമാനങ്ങൾ എടുത്തു. ദൈവഹിതത്തെ അവർ മാനിച്ചില്ല, ദൈവത്തിൻ്റെ ഹിതത്തെ അവർ അംഗീകരിച്ചിട്ടുമില്ല, ദൈവത്തിൻ്റെ ഹിതത്തെ അവർ അന്വേഷിച്ചില്ല. ആഹാബിൻ്റെ അപ്പനും വല്യപ്പൻ്റെ വല്യപ്പനെല്ലാം ചെറിയ വിധത്തിൽ പാപം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ തലമുറ കഴിയും തോറും പാപത്തിന് ശക്തി കൂടി, ഓരോ തലമുറ കഴിയും തോറും പാപത്തിന് കട്ടി കൂടി. അങ്ങനെ പാപം പെരുകി പെരുകി ആഹാബിൻ്റെ കാലത്തെത്തിയപ്പോൾ പാപം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ അവന് ദൈവത്തിൻ്റെ ദാസനെ കാണുമ്പോൾ കലി തോന്നുകയാണ്. അവന് ദൈവത്തിൻ്റെ ദാസന്മാരെ കാണുമ്പോൾ ഭയങ്കരമായ ഇറിറ്റേഷൻ തോന്നുകയാണ്. ഏലിയയാണ് ഈ നാശത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ മുഴുവൻ, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ തകർച്ചയ്ക്ക് കാരണം ഈ ഏലിയയാണ് എന്നാണ് ഇപ്പോൾ ഇവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ആഹാബ് രാജാവും ഏലിയായും ഒരിക്കൽ കണ്ടുമുട്ടി. അപ്പോൾ രാജാവ് ഏലിയായോട് ചോദിക്കുന്നത്, അല്ലയോ ദേവദാസ വന്ദനം എന്നല്ല പറയുന്നത്. രാജാവ് ഏലിയായോട് ചോദിക്കുന്നതാണ് 1 രാജാക്കന്മാർ 18-ാം അധ്യായം 17-ാം വാക്യം. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത്? കണ്ട അപ്പ ചോദിക്കണത്, നീ നാശം, നീയാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നത്, നീ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എന്ന് ഏലിയായെ ശകാരിക്കുകയാണ്. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത്? ഏലിയ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്. ഏലിയ ദൈവത്തിന് ദൂത് അറിയിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആഹാബ് എന്ന് പറഞ്ഞാൽ തലമുറകളായി 18ഓളം രാജാക്കന്മാർ പാപം ചെയ്ത് ഇപ്പോൾ പാപം അങ്ങേയറ്റം വഷളത്വത്തിലേക്ക് നീങ്ങിയ ആഹാബ് രാജാവിന് അവൻ പാപം ചെയ്തെന്ന് മാത്രമല്ല, അവന് ദൈവിക ദൂതുകൾ സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് മാത്രമല്ല, ദൈവിക ദൂതുകൾ അറിയിക്കുന്നവരെ കാണുമ്പോൾ കലി, ദൈവിക ദൂതുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ദേഷ്യം, കേൾക്കുമ്പോൾ പൊട്ടിച്ചാടി എഴുന്നേറ്റ് ചാടി ഓടി പോകുന്ന പ്രകൃതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പെട്ടെന്ന് ഇന്നലെ മിനിങ്ങാന്നുണ്ടായതാണെന്ന് ചിന്തിക്കരുത്. ഇതിന് പാപം കട്ടിപ്പിടിച്ച് പാപം വളർന്ന് പാപം പെരുകി അത് ശക്തമായൊരു ചരിത്രമുണ്ട്. പാപത്തെ ഊട്ടി വളർത്തരുത്, അതൊരു വിഷപ്പാമ്പാണ്, അത് നിന്നെ തകർക്കും. പാപത്തെ ഊട്ടി വളർത്തരുത്, അതൊരു വിഷപ്പാമ്പാണ്, അത് നിന്നെ തകർക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആഹാബിൻ്റെ കാലത്തോടുകൂടെ വലിയൊരു നാശം ആ ദേശത്തിന് മേൽ നിബന്ധിക്കുകയാണ്. ആഹാബിൻ്റെ ഭാര്യ, പാപത്തിൻ്റെ കൂട്ടുപങ്കാളി ആഹാബിൻ്റെ ജസബൽ, അവളും രണ്ടുപേരും ഇതാ ദാരുണമായി കൊല്ലപ്പെടുകയാണ്. ആഹാബ് രഥത്തിൽ വെച്ച് അസ്ത്രങ്ങൾ തറയ്ക്കപ്പെട്ട് അവൻ വധിക്കപ്പെട്ടു, യുദ്ധത്തിൽ ദാരുണമായി പരാജയപ്പെട്ടു. അവൻ്റെ രക്തം ധാരധാരെ ഒഴുകി, അത് നായ്ക്കൾ നക്കി കുടിച്ചു, ആ രക്തം വീണ വെള്ളത്തിൽ വേശികൾ മുങ്ങിക്കുളിച്ചു എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് തന്നെ വിശുദ്ധ ലിഖിതത്തിൽ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം കേൾക്കുമ്പോൾ വെറുപ്പ് തോന്നുകയാണ്. എന്താ കാരണം? ഇത് രാജാക്കന്മാർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു തിന്മയാണെന്ന് ചിന്തിക്കരുത്. ഞാനും നിങ്ങളും, ഒരു വിശ്വാസിയോ ഒരു സാധാരണ ആരും ആകട്ടെ, പാപത്തെ ഒന്നിനുമേൽ ഒന്നായി ഊട്ടി വളർത്തിയാൽ അത് നിശ്ചിത അളവ് കഴിയുമ്പോൾ, അതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ ദൈവിക കാര്യങ്ങൾ പറയുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന സംവിധാനങ്ങളെ, വ്യക്തികളെ കണ്ടാൽ കലിയും ദേഷ്യവും, അവരെ ശകാരിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രകൃതം നമ്മിൽ ഓരോരുത്തരും ശക്തി പ്രാപിക്കുമെന്നുള്ളത് ഒരു വ്യക്തമായ സംഗതിയാണ്. ഇത് യേശുവിനെ കാണുമ്പോൾ ഇവർക്ക് കലി തോന്നുകയാണ്. ഉടനെ യേശു അവരോട് ചോദിക്കുകയാണ്. യേശു ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 18-19 വാക്യങ്ങൾ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനായി വന്നു, അവൻ പിശാച് ബാധനാന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തി. ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത് അവനെ പിശാച് ബാധിതനെന്ന് വിളിക്കാൻ നോക്ക്. സ്നാപക യോഹന്നാനിൽ പോലും കുറ്റം കണ്ടെത്തി കളഞ്ഞു. സ്നാപക യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനായി വന്നു, പിശാച് ബാധിതൻ എന്ന് നിങ്ങൾ അവനെ വിളിച്ച്. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു, ഉടനെ നിങ്ങൾ പറഞ്ഞു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിക്കാരനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, സാക്ഷാൽ ദൈവപുത്രൻ വന്നിട്ട് പോലും കുറ്റവും കുറ്റാരോപണവും ശകാരവും വർഷിക്കുകയാണ്.
സ്നാപകയോഹന്നാൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകളിൽ മാത്രം ജീവിച്ച് ദൈവത്തിനെ മാത്രം ധ്യാനിച്ച് ജീവിച്ച് മരിച്ചുപോയ സ്നാപകയോഹന്നാൻ അദ്ദേഹത്തിൽ പോലും കുറ്റം കണ്ടെത്തുകയാണ്. പിശാച് ബാധിരൻ എന്ന് പോലും അദ്ദേഹത്തെ വിളിക്കാൻ തോന്നുകയാണ് ഇവർക്ക്. പ്രിയപ്പെട്ട സഹോദരൻ, എന്താ കാരണം? ഇവൻ്റെ അപ്പൻ്റെ വല്യപ്പന്മാരെല്ലാം ഒന്നിന് പിറകെ ഒന്നായി ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് ദൈവത്തിൻ്റെ വഴികളെ തിരസ്കരിച്ച് തന്നിഷ്ടപ്രകാരം നടന്ന് പാപം കട്ടപിടിച്ച് പാപത്തെ ഊട്ടി വളർത്തി അത് വിഷപ്പാമ്പായി ഇന്ന് അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. ആ വിഷപ്പാമ്പ് അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ദൈവിക കാര്യങ്ങളെ കാണുമ്പോൾ തന്നെ ഇറിറ്റേഷൻ, ദൈവിക ശുശ്രൂഷകളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ, ദൈവത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഭയങ്കരമായ അകൽച്ച, നീരസം, നിന്ദ, ഇതെല്ലാം അവരെ പീഡിപ്പിക്കുകയാണ്. തുടർന്ന് AD 71 അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ റോമാക്കാരുടെ കഠോര പ്രഹരമേറ്റ് ഇസ്രായേൽ രാജ്യം ഛിന്ന ഭിന്നമാക്കപ്പെട്ടു. ജെറൂസലം അഗ്നിക്കൂമ്പാരമായി മാറി. അതിന് തൊട്ടു മുമ്പുള്ള കാലത്താണ് ഇതെല്ലാം അവർക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലൊരു പ്രകൃതം എന്ന് പറഞ്ഞാൽ വിഷം കട്ടപിടിക്കുന്നൊരു പ്രകൃതം, ആത്മീയ കാര്യങ്ങളോട് വിഷം കട്ടപിടിച്ചൊരു പ്രകൃതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവും. കാരണം ഞാനും നമ്മുടെ കാരണവന്മാരും നമ്മുടെ തലമുറയായിട്ട് പാപത്തെ ഊട്ടി വളർത്തി അത് പിൻതലമുറകളിലേക്ക് വരുമ്പോൾ പാപം ശക്തി പ്രാപിച്ച് പാപം കട്ടപിടിച്ച് മാനസാന്തരപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ദൈവിക കാര്യങ്ങളോട് കടുത്ത വെറുപ്പ്, ദൈവിക കാര്യങ്ങളോട് കടുത്ത പുച്ഛം തോന്നുന്ന ഒരു തലമുറ ഈ ഭൂമുഖത്ത് രംഗപ്രവേശം ചെയ്യും. ഞാനും നിങ്ങൾ പാപത്തെ ആവർത്തിച്ച് ചെയ്യുക, ഇഷ്ടം പോലെ ചെയ്യുക. ഇതാ അതിന് ഒരു വലിയ പ്രത്യാഘാതമാണ് ദൈവവചന പ്രകാരം കാണുന്നത്. പിൻ തലമുറകൾ പാപത്തിൽ കട്ടിപിടിച്ച തലമുറകളായി രംഗപ്രവേശം ചെയ്യുന്നത് ബൈബിൾ പ്രകാരം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ സാംസൺ എന്ന് പറയുന്ന അത്യുന്നതനായ ദൈവദാസൻ, അവൻ ദലീലയുടെ മടിയിൽ പലതവണ തലവെച്ചുറങ്ങി. ദൈവികമായ പല നിർദ്ദേശങ്ങളും അവനുണ്ടായിരുന്നു. ആദ്യത്തെ തവണ തലവെച്ചുറങ്ങിയപ്പോൾ തന്നെ ആ ദലീലയുമായുള്ള കൂട്ടുകെട്ടിൽ ദലീല അവൻ്റെ ശക്തി രഹസ്യത്തെക്കുറിച്ച് ചോദിച്ച് അവനത് അവൾക്ക് ഒരു തമാശയായിട്ട് വിക്രസായിട്ട് പറഞ്ഞു കൊടുത്ത് അവളത് ശത്രുവിന് ഒറ്റിക്കൊടുത്തു. ശത്രു അവനെ പിടിക്കാൻ വന്നു. പക്ഷെ അവൻ അത് ശരിയായ വിധത്തിൽ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ശത്രുവിന് അവൻ്റെ മേൽ ആധിപത്യം കിട്ടിയില്ല. ഇപ്പോഴിവന് മനസ്സിലാക്കിക്കൂടെ ഈ ദലീല ഒരു വഞ്ചകിയാണെന്നും ഇവളുള്ള കൂട്ടുകെട്ട് എൻ്റെ ആത്മീയ നാശത്തിന് കാരണമാകുമെന്നും ഇവൾ എൻ്റെ നന്മയല്ല ആഗ്രഹിക്കുന്നെന്നും സാംസൺ ചിന്തിച്ചുകൂടായിരുന്നോ? എന്നാൽ അവൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. അവൻ പിന്നെയും ആ കൂട്ടുകെട്ട് ആഗ്രഹിച്ചു, പിന്നെയും ആ സഹവാസം ആഗ്രഹിച്ച്, പിന്നെയും അന്ധകാരത്തിൻ്റെ വഴിയെ അവൻ സ്വീകരിച്ച് രണ്ടാമതും മൂന്നാമതും പലതവണ സംഭവിച്ച് അവസാനം ശത്രുവിനെ പിടിയിൽപ്പെട്ട് അവരവൻ്റെ വലത് കണ്ണ് കുത്തിയെടുത്ത് ചുഴന്ന് അവൻ്റെ കണ്ണുകൾ അവർ കുത്തിപ്പറിച്ച് അവനെ ശത്രുവിൻ്റെ അരി പൊട്ടിക്കുന്ന സാംസനെ നാം ബൈബിളിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദൈവിക ദൂത് എൻ്റെ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇന്ന് അടിവരയിട്ട് പറയുകയാണ്. പാപം ആവർത്തിക്കരുത്. അതിന് കടുത്ത പ്രത്യാഘാതം ഉണ്ടാകും. ഒരു ചെറിയ പാപമാണെങ്കിൽ അതിനെക്കുറിച്ച് പോലും നാം ഗൗരവത്തോടെ ചിന്തിച്ച് പെട്ടെന്ന് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അങ്ങനെ ഒരു ദേവദാസനെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജോബ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് സൽക്കാരങ്ങൾ നടത്തിയിരുന്നു. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ ജോബ് ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ മക്കള് അറിയാതെ എങ്ങാനും വല്ല പാപവും ചെയ്തിരിക്കുമോ എന്ന് ചിന്തിച്ച് മക്കളെല്ലാം വരുത്തി അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ബലിയർപ്പിച്ച്, ഒരു പാപത്തിൻ്റെ കറ പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ബലിയർപ്പിച്ച് വിശുദ്ധിക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു അപ്പൻ്റെ ചിത്രം ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ കാണുന്നതെല്ലാം കൈനീട്ടരുത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എല്ലാത്തിനും കൊണ്ട് തലവെക്കരുത്, എല്ലാത്തിനും കൊണ്ട് ചെവി കൊടുക്കരുത്, എല്ലാത്തിലേക്കും കണ്ണ് പായിക്കരുത്. പാപത്തിൽ നിന്ന് വിടുതലുള്ള ജീവിതത്തിന് വേണ്ടി അഭിലഷിക്കണം, അതിനുവേണ്ടി യത്നിക്കണം, അതിനുവേണ്ടി വില കൊടുക്കണം, അതിനുവേണ്ടി വിയർപ്പൊഴുക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം. ആ ഒരു വിളിയാണ് ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള ഓരോരുത്തർക്കുള്ള വിളി. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ഓ ദൈവമേ, പാപത്തെ ലാഘബുദ്ധിയോടെ കണ്ട് ഒന്നിനു പിറകെ ഒന്നായി അത് ചെയ്തു കൂട്ടി ഇന്ന് മാനസാന്തരപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പ്രാർത്ഥനയോടും വിശുദ്ധ കൂദാശകളോടും തിരുസഭയോടും വൈദികരോടും ധ്യാനത്തോടും ദൈവവചന പ്രഘോഷണങ്ങളോടും പ്രാർത്ഥനയോടും ആത്മീയ കാര്യങ്ങളോടും കുമ്പസാരത്തോടും പുച്ഛവും അകൽച്ചയും നിന്ദയും കട്ടപിടിച്ചിരിക്കുന്ന ഈ തലമുറയിലെ ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും അതിൻ്റെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, പുച്ഛത്തിൻ്റെ കെട്ടുകൾ, എല്ലാത്തരം നിന്ദനത്തിൻ്റെയും ആത്മീയ കാര്യങ്ങൾ അകൽച്ചയുടെയും മേഖലകളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ദുഷ്ടാരൂപിയുടെയും പാപാരൂപികളുടെയും ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യം, പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുലിഖിതം, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും നമ്മുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയുകയും ചെയ്യാം. ഈ നിമിഷങ്ങളിൽ എളിമയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ കർത്താവിങ്കിലേക്ക് ഉയർത്താം. ഓരോ മകനും മകളും ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി എളിമയോടെ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കാലങ്ങളായി പാപത്തിൽ രക്ഷപ്രാപിക്കാൻ കഴിയാതെ തഴക്കദോഷങ്ങളുടെയും പാപബന്ധനങ്ങളുടെയും പിടിയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഓരോ ജീവിതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൻ്റെ ആധിപത്യങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ എല്ലാ തടവറകളും യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്ന് തകർന്ന് ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ ദൈവശക്തി പ്രവഹിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ.